എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ സംഭവിക്കുന്നത്? അതാണെങ്കിൽ ഒരു ഹാപ്പി ഹോർമോൺ ഉണ്ട്. ആ ഹാപ്പി ഹോർമോൺ നമുക്ക് ഒരാളിൽ നിന്ന് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ നമുക്ക് സംഭവിക്കുന്നത്. ഇപ്പം ആണെങ്കിൽ പോസ്റ്റ് മാത്രമുള്ള ഒരു വഴി, അപ്പോൾ ആ വഴി നമ്മൾ ഒരു ദിവസം പോയി 2 ദിവസം പോയി അങ്ങനെ പോകെ അവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ആവുക. അതുപോലെ തന്നെ ബ്രെയിനകത്തിലും അങ്ങനെ ഒരു പാത്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാത്ത് നമുക്ക് തിരിച്ചടയ്ക്കണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും അല്ലേ? സാധാരണ ഒരു പാത്ത് അടയ്ക്കണമെങ്കിൽ തന്നെ ഒരുപാട് സമയം വേണ്ടി വരും. എന്നും നടന്ന ആ ഒരു പാത്ത് ക്ലിയർ ആക്കി പഴയ പോലെ പോച്ചാണെങ്കിൽ സമയം എടുക്കും. അതുപോലെയാണ് ബ്രേക്കപ്പിൻ്റെ സിറ്റുവേഷനും, കുറച്ച് സമയം എടുക്കും. നമ്മൾ ആ ഒരു പാത്ത് കഴിഞ്ഞെന്നും പറഞ്ഞ് ആ വഴിക്ക് നിൽക്കുമല്ലോ, വേറൊരു പാത്ത് നമ്മൾ അവിടെ ഉണ്ടാക്കും. അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് പോച്ചൊക്കെ മാറ്റി വേറൊരു പുതിയ വഴി ഉണ്ടാക്കി അതുവഴി സഞ്ചരിക്കാൻ തുടങ്ങും. ഇതുപോലെ തന്നെ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ഡോപ്പാമൈൻ എന്ന ഹാപ്പി ഹോർമോൺ ഉണ്ടല്ലോ, ആ ഹാപ്പി ഹോർമോണിൻ്റെ ഒരാളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ബാക്കിയുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടി തുടങ്ങും. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കാണുന്ന പോലെ തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് മറ്റൊരു പാർട്ട്ണർ ഇരിക്കുമ്പം നമുക്ക് ഈ ലോകം ഫുള്ള് അവരായിരിക്കും. പക്ഷെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു എനർജി സ്പ്ലിറ്റാണ് സംഭവിക്കുന്നത്. രണ്ടുപേര് തമ്മിലുള്ള മനസ്സ് അതിനൊരു സ്പ്ലിറ്റ്നെസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പാണ് രണ്ടുപേരുടെ മനസ്സ് അവരുടെ കയ്യിൽ തന്നെ ചെന്നെത്തും. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്താണെങ്കിൽ ഷോക്ക് ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പം കാണാത്തൊക്കെ കണ്ടു തുടങ്ങും, റിയലൈസേഷൻ വരും. നമ്മൾ ഒറ്റയ്ക്കാണ്, നമുക്കിനി കരിയർ വേണം, ഫിനാൻസ് വേണം, അങ്ങനെയുള്ള ചിന്തകൾ വരും. ഈ ബ്രേക്കപ്പിന് ഹാങ് ഓവറിൽ നിന്ന് മാറണമെങ്കിൽ നിങ്ങൾ ആദ്യം പുതിയ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചോണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ചിന്തിക്കണം. വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എല്ലാം കൊടുത്ത് സ്നേഹിച്ച നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻറ്റ്, എല്ലാവരുടെയും കാര്യമല്ല, ചിലരുടെ സാഹചര്യം ഉണ്ട് എങ്കിലും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇട്ടിട്ട് പോയത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പം നിങ്ങളുടെ കൂടെ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് കാണത്തില്ല, ചിലരൊക്കെ കൂടെ കാണും, ഫാമിലി കാണത്തില്ല, ആരും കാണത്തില്ല. ഈ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുന്നവരെല്ലാവരും ഒറ്റക്കൊരു അവസ്ഥ നിൽക്കുന്നവരായിരിക്കും. നിങ്ങളാരും പേടിക്കരുത്. നിങ്ങളുടെയൊക്കെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്, ദൈവമുണ്ട്, എന്നെ പോലെ കുറച്ച് മോട്ടിവേറ്റേഴ്സും ഉണ്ട്. നിങ്ങൾ അതുകൊണ്ട് പേടിക്കരുത്. നമുക്ക് നിങ്ങളുടെ പഴയ ലൈഫിലോട്ട് വരണ്ടേ? ഇങ്ങനെ ഇരുന്നാൽ മതിയോ? പോരാ, നമുക്ക് നമ്മുടെ പഴയ ലൈഫിലോട്ട് വരണം. നമ്മളുടെ കളിശീലികൾ നമുക്ക് വീണ്ടെടുക്കണം. വേണ്ടേ? വേണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പഴയ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. ലെറ്റ് ഗോ അത്ര എളുപ്പമല്ല, എനിക്കറിയാം. പക്ഷേ നമ്മൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യുന്തോറും ഇതിൻ്റെ ഒരു ഓർമ്മകളുണ്ടല്ലോ, അത് കുറച്ച് വരും. പൂർണ്ണമായിട്ട് പോകുമെന്ന് പറയത്തില്ല, പൂർണ്ണമായിട്ട് പോകത്തില്ല, അതങ്ങനെയാണ്. പിന്നെ നമ്മൾ ഈ മറഞ്ഞു പോകും, അങ്ങനെ ഒരവസ്ഥയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ തേടി പോകുമ്പോൾ പഴയതൊക്കെ മറന്നു പോകും. അങ്ങനെ ആദ്യം നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ കരിയർ നിങ്ങളൊന്ന് സെറ്റാക്കുക. ഇപ്പോൾ ഉള്ള ജോലി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളുടെ കരിയർ കുറച്ചുകൂടി പോളിഷ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, നിങ്ങളുടെ ഇഷ്ടവിനോദങ്ങൾ ചെയ്യുക. കളിക്കാൻ പോവുക, ക്രിക്കറ്റ് കളിക്കുക, അല്ലെ ഫുട്ബോൾ കളിക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ച് ഒരു പഴയ പോലൊക്കെ ഒന്ന് കൂടി അടിച്ചു പൊളിക്കുക. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ റിലേഷൻ ഉണ്ടായിരുന്ന കുറേ മെമ്മറീസൊക്കെ മറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. എന്നിട്ട് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ റിയലൈസേഷൻ കിട്ടും. നിങ്ങൾക്കിപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. യൂണിവേഴ്സ് നിങ്ങളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ റിയലൈസേഷൻ ചെയ്ത്, അതുമാത്രമല്ല നിങ്ങൾക്ക് സെൽഫ് ലവ് കുറവായതുകൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഇരുന്ന് വിഷമിക്കുന്നത്. അപ്പം നിങ്ങൾ സെൽഫ് ലവ് ഒന്ന് കൂട്ടി നിങ്ങളുടെ പവർ എന്തുവാന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്കൊരു പവറുണ്ട്, നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങളുടെ വാല്യൂ ഉണ്ട്, നിങ്ങളുടെ വോയിസിന് എന്താ വിലയില്ലയോ? ചുമ്മാ ഒരാളുടെ പുറകിന് പോയാൽ ആ പുറകിന് പോയി നമ്മുടെ വിലയൊക്കെ പോയി കിടക്കുക. നിങ്ങളുടെ വില നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ പവർ തിരിച്ചറിയണം. നിങ്ങളെന്നൊരു മനുഷ്യന് എത്രത്തോളം വിലയുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ സമൂഹത്തിന് കൊടുക്കാനുള്ളതാണ്. ചിലപ്പോൾ സമൂഹത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പിന്നെ സ്നേഹം എന്നത് ഒരാളോട് യാചിച്ച് കിട്ടുന്നതും ഒരാൾ അറിഞ്ഞു തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്.
ഇപ്പം സപ്പോസ് വാട്ടർഫോൾ മനുഷ്യനായിട്ടുണ്ടാക്കുന്ന വാട്ടർഫോളിന് എത്രത്തോളം ലിമിറ്റേഷൻ കാണും, അത് കുറേ നാൾ കഴിയുമ്പോൾ അത് വറ്റിപ്പോവും. പക്ഷേ ദൈവം സൃഷ്ടിച്ചൊരു വാട്ടർഫോൾ അതെപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, അത് ഒരുപാട് വർഷങ്ങളോളം ഒഴുകിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് സ്നേഹത്തിൻ്റെ കാര്യം. അറിഞ്ഞു തരുവാണേ ഓവർഫ്ലോ ചെയ്യും, നമ്മൾ പുറകെ പോവുകയാണേ കിട്ടിയതും കൂടി നിൽക്കും. പുറകെ ചേസ് ചെയ്യാൻ നിൽക്കരുത്, അവരവരുടെ വഴിക്ക് പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകുമ്പം യൂണിവേഴ്സ് നിങ്ങൾക്ക് പോയതൊക്കെ തിരിച്ചു കൊണ്ട് തരും. നിങ്ങൾ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പോയതൊക്കെ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കരുത്. പിന്നെ ബ്രേക്കപ്പ് ഉണ്ടാകുന്ന സമയത്ത് കരയേണ്ട കാര്യങ്ങളെല്ലാം കരഞ്ഞു തീർക്കണം. കരയുന്നതിലൂടെ നമ്മളുടെ കുറേ അധികം വിഷമങ്ങളും നമ്മുടെ കുറേ മെമ്മറീസും കൂടാണ് നമുക്ക് നഷ്ടമാവുന്നത്. അങ്ങനെ ആ കരച്ചിലിനകത്ത് കുറേ കാര്യങ്ങളാണ് അലിഞ്ഞു പോകും. അത് കഴിഞ്ഞ് പിന്നെ ഈ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഈ ബ്രേക്കപ്പിൽ നിങ്ങൾ ഓവർകം ചെയ്ത് കഴിയുമ്പം നിങ്ങൾ നല്ല സ്ട്രോങ് ആയിരിക്കും. പിന്നെ ആരും വന്ന് പിടിച്ച് കുലിക്കാലും നിങ്ങൾ കുലുങ്ങൂല. അത്രത്തോളം നിങ്ങളെ സ്ട്രോങ് ആക്കണം. നിങ്ങൾക്ക് നല്ലൊരു വേദന കിട്ടിയാൽ മാത്രമേ നിങ്ങൾ മാറത്തുള്ളൂ. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് വാണിംഗ് മെസ്സേജ് തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങളതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ബ്രേക്കപ്പ് കിട്ടിയത്. നിങ്ങൾ മാറാനുണ്ട്. നിങ്ങൾ മാറിക്കഴിയുമ്പം പോയത് തിരിച്ചു വരും. നിങ്ങൾ ചേഞ്ച് ആവണം. ഒരേ സിറ്റുവേഷൻ എപ്പോഴും ആവർത്തിക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും പഠിക്കാൻ കാണും. ആ പഠിച്ചു കഴിയുമ്പം ആ സിറ്റുവേഷൻ അവിടെ ബ്രേക്ക് ആവും. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് ബ്രേക്കപ്പ് ആയ ഫ്രണ്ട്സ് ഒന്നും വിഷമിക്കരുത്. നിങ്ങൾ കുറേ റിയലൈസേഷനിലോട്ട് ഇറങ്ങി ചെല്ലുകയാണിപ്പം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പഠിക്കും. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരും നിങ്ങളെ സ്നേഹിച്ചതും ഒക്കെ നിങ്ങൾ എത്രമാത്രം ആർക്ക് സ്നേഹിച്ചിട്ടുണ്ടെന്ന് ഇപ്പം തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ്.